നമസ്കാരം. സായുജ്യയുടെ മറ്റൊരു ഏവർക്കും സ്വാഗതം. കേരളക്കരയിലെ അത്യപൂർവങ്ങളായ ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നായ കല്ലിൽ ദേവീക്ഷേത്രത്തിൻ്റെ വിശേഷവുമായാണ് സായുജ്യയുടെ ഈ അധ്യായം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഏകദേശം 5000-ഓളം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം പ്രാചീന കാലത്തൊരു ജൈന ക്ഷേത്രമായിരുന്നെന്നും കാലക്രമേണ ഹൈന്ദവ ക്ഷേത്രമായി മാറിയതെന്നുമാണ് വിശ്വാസം. വളരെ അപൂർവതകൾ നിറഞ്ഞതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ഈ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് മേദലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പണ്ട് കൊടും കാടായിരുന്ന ക്ഷേത്ര പരിസരത്തു കൂടി യാത്ര ദുസ്സഹമായിരുന്നു. ഏതാണ്ട് 90 വർഷങ്ങൾക്ക് മുമ്പ് നീണ്ട 7 വർഷത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ സഞ്ചാരയോഗ്യമായ പാത നിർമ്മിക്കപ്പെടുന്നതും ക്ഷേത്ര ശ്രീകോവിലിലേക്ക് മുന്നിലേക്ക് എത്തുന്ന 64 വലിയ കൽപ്പടവുകൾ നിർമ്മിക്കപ്പെടുന്നതും. നിലം തൊടാതെ നിൽക്കുന്ന പാറയുടെ ഉള്ളിലായുള്ള ഗുഹയിലാണ് പ്രതിഷ്ഠ. ശ്രീകോവിലിൽ ദുർഗാദേവിയുടെയും മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും വിഗ്രഹങ്ങളും ശ്രീചക്ര പ്രതിഷ്ഠയുമാണുള്ളത്. ശ്രീകോവിലിന് മേൽക്കൂരയായി സ്ഥിതി ചെയ്യുന്ന വലിയ കല്ലിൻ്റെ മുൻഭാഗത്ത് കൊത്തിവെച്ച രൂപത്തിൽ ബ്രഹ്മാവിനെയും ആരാധിക്കുന്നു. കല്ലിൽ ക്ഷേത്രത്തെപ്പറ്റി പല രസകരമായ കഥകളും വിശ്വാസങ്ങളും പ്രചാരത്തിലുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ സോപാനവും പ്രതിഷ്ഠയും നേർരേഖയിലാണ് കാണുക. എന്നാൽ ഇവിടെ ദേവിയുടെ വിഗ്രഹം സോപാനത്തിൽ നിന്നും അല്പം മാറി വലത്തോട്ട് നീങ്ങിയാണ് കാണപ്പെടുന്നത്. ദേവി വിഗ്രഹത്തെ നന്നായി കണ്ടു തൊഴണമെങ്കിൽ ഭക്തർക്ക് സോപാനത്തിൻ്റെ ഇടതുവശത്തേക്ക് നീങ്ങി നിൽക്കേണ്ടി വരും. ഭഗവതിയുടെ വിഗ്രഹത്തിന് തൊട്ടു പിന്നിലുള്ള മഹാദേവൻ്റെ വിഗ്രഹം മറഞ്ഞു പോകാതിരിക്കാൻ സോപാനത്തിന് മുന്നിൽ നിന്നും ഭഗവതി സ്വമേധയ തെല്ലൊന്ന് വടക്കോട്ട് നീങ്ങിയിരുന്നതാണെന്ന് ഭക്തർ വിശ്വസിച്ചു പോരുന്നു. നിലം തൊടാതെ നിൽക്കുന്ന കല്ലിനെപ്പറ്റിയും ഒരു കഥ നിലവിലുണ്ട്. പണ്ട് കാലത്ത് ഘോരവനമായിരുന്ന ഇവിടെ നായാട്ടിന് വന്ന ഒരാൾ കാടിന് നടുവിൽ അതീവ സുന്ദരിയും ദൈവിക ചൈതന്യമുള്ളതുമായ ഒരു യുവതി അമ്മാനമാടി കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഇതാരാണെന്നറിയുന്നതിനായി അയാൾ അടുത്തേക്ക് ചെന്നു. അടുത്തേക്ക് ചെന്നയുടനെ അമ്മാനമാടിയിരുന്ന കല്ലുകളിലൊന്ന് താഴെ വീണെന്നും മറ്റൊരു കല്ല് അതിന്മേൽ മേൽക്കൂരയാവണ്ണം നിലകൊണ്ടു എന്നുമാണ് ഐതിഹ്യം. താഴേക്ക് പതിച്ച കല്ലിനെ ഇരിപ്പിടമാക്കി ദേവി ഇവിടം കുടികൊണ്ടു. ഗുഹാക്ഷേത്രമായതിനാൽ ശ്രീകോവിലിന് പിന്നിൽ വന്ന് തൊഴൽ സാധ്യമല്ല. പ്രദക്ഷിണം വയ്ക്കുന്നവർ ശ്രീകോവിലായി അരുളുന്ന ഗുഹയെയും അതിന് മേൽക്കൂരയായി നിലകൊള്ളുന്ന പടുകൂറ്റൻ കരിങ്കല്ലിനെയും ചേർത്ത് വേണം വലം വയ്ക്കാൻ. കല്ലിൽ എന്ന പേരിനെ അന്വർത്ഥമാക്കും വിധം കൽഗുഹയുടെ നൈസർഗികത ഒട്ടും ചോർന്നു പോകാത്ത വിധത്തിലാണ് ക്ഷേത്ര പരിസരങ്ങൾ. ചെറുഗുഹകളിലൂടെയുള്ള പ്രദക്ഷിണ വഴിയും കല്ലുപാകിയ തിരുമുറ്റവും പടവുകളും കല്ലിൽ തീർത്ത നമസ്കാര മണ്ഡപവും ആനപ്പന്തലും അങ്ങനെ സർവം കല്ലുമയം. കല്ലിൽ ക്ഷേത്രത്തിലെത്തുന്ന ഏതൊരാളെയും ആദ്യം ആകർഷിക ശ്രീകോവിലിന് മേൽക്കൂരയിൽ സ്ഥിതി ചെയ്യുന്ന പടുകൂറ്റൻ കരിങ്കല്ല് തന്നെയായിരിക്കണം. ദൂരെ നിന്ന് കാണുമ്പോൾ അതിൻ്റെ ഭീമാകാരത ഒട്ടും വ്യക്തമായി കാണാൻ കഴിയുന്നതല്ല. അതിനെ വലം വെച്ചും പല കോണുകളിൽ നിന്നും കണ്ടും തൊട്ടും അറിഞ്ഞും വേണം ഈ കല്ലിൻ്റെ വലിപ്പം മുഴുവനായും ധരിക്കാൻ. ഏറ്റവും അമ്പരിപ്പിക്കുന്ന വസ്തുത ഈ കല്ല് നിലം തൊട്ടിരിക്കുന്നത് എവിടെയെന്നത് എങ്ങു നിന്ന് നോക്കിയാലും കാണാനാകില്ല എന്നതാണ്. വശങ്ങളിൽ പലയിടത്തു നിന്നുമായി ബലം കുറഞ്ഞ മൺഭിത്തികളും മറ്റും പണിത് കല്ലിലേക്ക് മുട്ടിച്ചിരിക്കുന്നത് കാണാമെങ്കിലും സൂക്ഷിച്ചു നോക്കുന്ന വേളയിലും കല്ലിന് ചുവട്ടിലെ നിലത്തുമിടയിലുള്ള വിടവ് വ്യക്തമാണ്. ക്ഷേത്രത്തിലെ എടുത്തു പറയേണ്ട ഒരു വഴിപാടാണ് ചൂല് സമർപ്പണം. തലമുടി തഴച്ചു വളരുന്നതിനും മുടികൊഴിച്ചിൽ മാറി നല്ല തരയിൽ മുടി വളരുന്നതിനും ഈ വഴിപാട് വളരെ വിശേഷമാണ്. ചൂല് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വന്തമായി ഓല കീറി ഈർക്കിലെടുത്ത് ചൂല് കെട്ടിയ ശേഷം ക്ഷേത്ര നടയിൽ സമർപ്പിച്ചാൽ തലമുടി തഴച്ചു വളരുമെന്നാണ് വിശ്വാസം. ഗൃഹനിർമ്മാണ തടസ്സവുമായി ബന്ധപ്പെട്ടും ഒട്ടനവധി വഴിപാട് ഈ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നു. ക്ഷേത്ര ദർശനം നടത്തി പ്രദക്ഷിണ വഴിയിലൂടെ ചുറ്റി പാറയുടെ മുകൾ ഭാഗത്തെത്തുമ്പോൾ ധാരാളം കൽച്ചീളുകൾ കാണാവുന്നതാണ്. അതിൽ നിന്ന് 3-4 ചീളുകളെടുത്ത് ഒന്നിനു മുകളിൽ ഒന്നായി വരുന്ന തരത്തിൽ താഴെ വീഴാത്ത രീതിയിൽ വെച്ച് ദേവിയോട് ഗൃഹനിർമ്മാണ തടസ്സങ്ങൾ മാറുന്നതിനെ പ്രാർത്ഥിക്കുക. തന്നാൽ കഴിയുന്ന തരത്തിൽ ഒരു വഴിപാട് നേരണം. ഗൃഹനിർമ്മാണ തടസ്സങ്ങൾ മാറി ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച ഉടനെ തന്നെ ആ വഴിപാട് ഇവിടെ വന്ന് നടത്തേണ്ടതുമാണ്. ഇതിന് ഒട്ടനവധി അനുഭവസ്ഥരാണുള്ളത്. പലവിധമായ വഴിപാടുകളാലും അന്തരീക്ഷത്തിലെ വ്യത്യസ്തതയാലും അനേക ഭക്തരാണ് നിത്യവും ഇവിടെ എത്തുന്നത്. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലാണ് കൊടിയേറ്റം. പിന്നീട് 7 നാൾ ഉത്സവം.
ഉത്സവ ദിവസത്തിലെ ദേവിയുടെ എഴുന്നള്ളത്ത് പിടിയാനപ്പുറത്താണ്. മേളങ്ങളുടെ അകമ്പടിയിൽ തീവട്ടിപ്രഭയോടെ പ്രദക്ഷിണ വഴിയിലൂടെ കയറി പിടിയാനപ്പുറത്തുള്ള ദേവിയുടെ എഴുന്നള്ളത്ത് അത്യപൂർവമായ കാഴ്ചയാണ്. ഉത്സവത്തിനു മാത്രമുള്ള ഒരു പ്രത്യേക ചടങ്ങാണ് ഇടിതൊഴൽ. ക്ഷേത്രത്തിൽ പാരമ്പര്യമായി സേവ ചെയ്തു പോരുന്ന മാരാർ പ്രത്യേക താമ്പൂല മിശ്രിതം ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ്. കല്ലിൽ ക്ഷേത്രത്തോടടുത്ത് നിൽക്കുന്ന മറ്റൊരു ക്ഷേത്രമാണ് ഇരിങ്ങോൾക്കാവ് ദേവീക്ഷേത്രം. ഇവർ രണ്ടും സഹോദരിമാരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാലഘട്ടത്തിൻ്റെ വേഗതയിലും ഈ നഗരവൽക്കരണ കാലത്തും തികച്ചും വനാന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന ഈ രണ്ട് ക്ഷേത്രങ്ങളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ടതാണ്. ദേവിയുടെ അനുഗ്രഹം എല്ലാ ഭക്തരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സായുജ്യയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.